Hi guys, welcome back to another video. എൻ്റെ പേര് എൽസി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ ഹോൾ വീഡിയോ ആണ്. മീഷോ ഹോൾ വീഡിയോയിൽ നമ്മൾ ജീൻസിൻ്റെ ടോപ്സിന് പറ്റിയിട്ടുള്ള ടോണീസ് ആൻഡ് ഷർട്ട്സിൻ്റെ വീഡിയോ ആണ് ഇന്നും ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ഞാൻ പറഞ്ഞത് ഇത് പാർട്ടായിട്ട് അപ്ഡേറ്റഡ് ആവുന്നതാണ്. അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകുന്ന ഓൾ എന്ന ഓപ്ഷനിലിടുക. അപ്പോൾ മാത്രമാണ് ഞാനെടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചാനലിടുന്ന നമ്മൾ സ്റ്റാർട്ടഡ് ആണ്. ഇപ്പോൾ നമ്മൾ മീഷോയിൽ നിന്ന് ഇതൊക്കെയാണ് പർച്ചേസ് ചെയ്തത്. ജീൻസിന് പറ്റിയിട്ടുള്ള ഷർട്ട്സ് ആൻഡ് ടൂണിക്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റാണ്. ഒരു 250 തൊട്ട് 500-നുള്ളിൽ വരുന്ന ഡ്രസ്സുകളാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഡ്രസ് മീൻസ് ഷർട്ട്സ് ആൻഡ് ടൂണിക്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് മാക്സി ഡ്രസ് അല്ല. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ആൻഡ് ഓൾസോ നല്ല മെറ്റീരിയലാണ്. മീഷോ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം ലോ പ്രൈസിൽ, അത്യാവശ്യം നല്ല ലോ പ്രൈസിൽ അത്യാവശ്യം ക്വാളിറ്റി, ഒരുപാട് ഹെവി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ട്, ഇല്ല എന്നല്ല. എന്നാലും നമ്മൾ ഈ 200-നും 300-നൊക്കെ എടുക്കുന്ന ചില ഡ്രസ്സുകൾ കേട്ടോ, അതിനൊക്കെ ഒരു ക്വാളിറ്റി ഇച്ചിരി കുറവാണ്. ഒരുപാട് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നു, പക്ഷെ നേരിട്ട് അത്രയൊരു ലുക്ക് കിട്ടില്ല. അതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അഫോർഡബിൾ ആണ്. എല്ലാവർക്കും മീഷോയിൽ നിന്ന് പർച്ചേസ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒന്നാണ് മീഷോ. അപ്പം നമുക്ക് മീഷോ ഹോൾ വീഡിയോയിലായിട്ട് തന്നെ പോകാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാം. ആൻഡ് ഓൾസോ വേണമെങ്കിൽ ഞാൻ ഓർഡർ ചിലപ്പോൾ മറന്നു പോകും, അതാണ് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാതെ പോകുന്നത്. എഡിറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ടൈം കിട്ടില്ല. കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോഴത്തേന് കുറച്ച് ടൈം കിട്ടുമ്പോഴാണ് എല്ലാം എഡിറ്റ് ചെയ്ത് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, എടുക്കണതും എഡിറ്റ് ചെയ്യണതും അപ്ലോഡ് ചെയ്യുക. അപ്പം കുഞ്ഞിനെയൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി പാടാണ്, അതുകൊണ്ടാട്ടോ. അപ്പം ഞാൻ മറന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓരോ പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. മീഷോയിൽ നിന്നെടുത്ത ആദ്യത്തെ പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇതൊരു ടുണീക്ക് ആൻഡ് ക്രോപ്പ് ടോപ്പാണ്. ഒത്തിരി ലെങ്തും കാര്യങ്ങളൊന്നുമില്ല, ഇത്രയുള്ള ആകെ ലെങ്ത്. ആൻഡ് മെറ്റീരിയൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. മെറ്റീരിയൽ ബോധഡ് ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ ഫൈൻ. എന്നാലും ലോക്കൽ ക്വാളിറ്റി അല്ല, നമുക്ക് അത്യാവശ്യം ഇടാൻ പറ്റുന്നൊരു ക്വാളിറ്റിയാണ്. 3/4 സ്ലീവാണ്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു എലാസ്റ്റിക് അവർ കൊടുത്തിട്ടുണ്ട്, കൈ അവിടെ നമുക്ക് ടൈറ്റായി നിൽക്കാൻ. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇങ്ങനെയാട്ടോ ഇതിൻ്റെ ഒരു മോഡൽ വന്നേക്കുന്നത്. സ്ലീവ്ലെസ് പോലെ സ്ട്രാപ്പ് കൊടുത്തിട്ട് ദെൻ ഇവിടെ ഇങ്ങനെ സ്ലീവ്, അതായത് ഈ ഒരു സ്പേസിൽ നമ്മുടെ ഈ പോർഷൻ കാണാവുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് കൊടുത്തേക്കുന്നത്. സ്ട്രൈപ്പിലാണ്, നേവി ബ്ലൂ കളറാണ്, വൈറ്റ് ആണ് ലൈൻസ് വന്നേക്കുന്നത്. ആൻഡ് അറ്റത്ത് ഇതുപോലത്തെ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട്, അവിടെ ടൈ ചെയ്ത് വെക്കാം. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് 300 ഉള്ളിൽ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇത് നല്ല ടോപ്പാട്ടോ. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു വൈറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ടുണിക്സിൻ്റെ ടോപ്പാണ്. താഴ്ഭാഗം വന്നിട്ട് ഇതുപോലെ വൈറ്റ് ഇങ്ങനെ പാവാട പോലെ കണ്ടോ, ഒരിച്ചിരി വിരിവായിട്ട് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്ലീറ്റഡ് പോലെ ഞൊറിച്ചിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോറൽ വർക്ക് കോട്ടൺ മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ബ്ലാക്ക്, ഒരു പീച്ചില്ലേ, റോസാണോ പീച്ചാണോ എന്താണോ കളർ പറയാറില്ല, റെഡ് കോംബോ ഒക്കെ ചെയ്തിട്ടുള്ള ഫ്ലോറൽ വർക്കാണ് വന്നേക്കുന്നത്. വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണിത്. അപ്പം ചില ആൾക്കാർക്ക് വൈറ്റ് ഇഷ്ടമല്ല, കൂടുതൽ എനിക്ക് തോന്നുന്നൊരു 80% ആൾക്കാർക്ക് വൈറ്റ് ഇഷ്ടമല്ല. എന്നാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചിലർ പറയും വൈറ്റേ വേണ്ടേ, വൈറ്റ് യൂസ് ചെയ്യല്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വൈറ്റ് ഡ്രസ്സ് വെയർ ചെയ്യാൻ. ആൻഡ് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇതുപോലെ 3/4 സ്ലീവാണ്. 3/4-നാണ് കുറച്ചുകൂടി ഉണ്ട് കേട്ടോ. ഇത് ആൻഡ് ഇങ്ങനെ തന്നെ അറ്റത്ത് ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നോർമൽ റൗണ്ട് നെക്കാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ഒത്തിരി ലെങ്ത് ഒന്നല്ല കേട്ടോ. അത്യാവശ്യം ബാക്ക് സൈഡിൽ നിന്ന് ഇറങ്ങിക്കിടക്കുന്ന അത്രയും ലെങ്ത് ഉണ്ട്. ടുണിക്സാണ് വന്നേക്കുന്നത്. ലൈനിങ്ങും കാര്യങ്ങളൊന്നുമല്ല, നിഴലടിക്കും. അത്യാവശ്യം നന്നായിട്ട് തന്നെ നിഴലടിക്കും. അതുകൊണ്ട് ഉള്ളിൽ എന്തെങ്കിലും ഷിമ്മീസ് യൂസ് ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഷർട്ടാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ച രണ്ടും ടോപ്സുകളാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് ഷർട്ടാണ്. ഇതാണ് ആ ഷർട്ട്. നല്ല ഷർട്ടായിട്ട്, അടിപൊളി ഷർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഷർട്ടാണ്. ബ്ലൂവിൽ ചെക്കാണ് വന്നേക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രിൻ്റാണ് എപ്പോഴും ഇത്. പക്ഷേ മീഷോയിൽ നിന്ന് ഒരു 300-350 റുപ്പീസിന് നല്ലൊരു ഷർട്ട് കിട്ടി. നല്ല ഷർട്ട്. ആൻഡ് മെറ്റീരിയൽ സൂപ്പർ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പോത്തൊന്നുമില്ല കേട്ടോ, അങ്ങനെ കുള്ളില്ലാത്ത മെറ്റീരിയലൊന്നുമില്ല, നല്ല മെറ്റീരിയലാണ് കണ്ടോ. 3/4 സ്ലീവാണ് വന്നേക്കുന്നത്. ഫുള്ളി കംപ്ലീറ്റഡ് ബട്ടൺസ്, വൈറ്റ് ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രിൻറ്റ് വന്നിട്ട് ചെക്ഡ് ആണ് വന്നേക്കുന്നത്. അതായത് ഇതിന് അത്യാവശ്യം കട്ടിയില്ല,
പക്ഷെ നല്ല മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ഉള്ളിലുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആട്ടോ, അല്ലാണ്ട് ഒരുപാട് പൂഴ്ത്തി പറയാനൊന്നും പറ്റില്ലല്ലോ. അത്യാവശ്യം ട്രാൻസ്പെറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലാന്നല്ല. പക്ഷെ ഒരു 350 റുപ്പീസിനൊക്കെ നമുക്ക് എങ്ങനെയാലും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടായിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തു പറയണം. അല്ലെങ്കിൽ ഞാനിത് പറയുകയാണ് നിങ്ങൾക്കിത് എടുക്കാൻ സൂപ്പറാണ്, പക്ഷെ നമുക്കതുകൊണ്ട് ഒരു ഗുണവുമില്ല. നിങ്ങളെ കൊണ്ട് അങ്ങനെ നിർബന്ധിച്ച് എടുപ്പിച്ചിട്ടൊന്നും എനിക്കൊരു ഗുണവും കിട്ടില്ല. ജസ്റ്റ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഇൻകം എടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മീഷോക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടുകാർ ആരും ഒന്നും തരുന്നില്ല. അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ട് എടുത്ത് അത് കൊള്ളില്ല എന്നുള്ളൊരു വരരുതല്ലോ. അതുകൊണ്ടാട്ടോ ഓരോ കാര്യങ്ങളും പറയണത്. ഇതാണ് ഈ ഷർട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ. നല്ല ഭംഗിയുള്ള ഒരു ഷർട്ടാണ് ഈ ഷർട്ട്. കോളേജുകാർക്കും ഓഫീസുകാർക്കും ഔട്ടിംഗ് വേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നൈസായിട്ടുള്ള ഷർട്ടാണ് ഈ ഷർട്ട്. ഈ ഹോൾ വീഡിയോയിൽ കൂടുതൽ ട്യൂണിങ്സ് ഐറ്റംസ് ആയിട്ട് ഷർട്ട്സ് അങ്ങനെ കുറവാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ട്യൂണിങ്സ് ആണ് കൂടുതൽ ആൾക്കാർക്ക് ട്യൂണിങ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടായിട്ട് ട്യൂണിങ്സ് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അത് ചെയ്യുന്നതാണ് ഡെഫിനറ്റ്ലി. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിനും അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് ഡ്രസ്സാണ് ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ കാണിക്കുന്ന അടുത്തൊരു പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ, നല്ലൊരു ടോപ്പാട്ടോ. ഫോട്ടോയിൽ കണ്ടത് ഇച്ചിരി കൂടെ സ്മോൾ ലൈനാണ്, പക്ഷേ ഇച്ചിരി ഡാർക്ക് കളറാണ്. അല്ല ഡാർക്കല്ല ഇച്ചിരി വീതിയുള്ള ലൈനാണ് വന്നത്. പക്ഷെ നല്ല രസമുള്ള ടോപ്പാട്ടോ. ക്രീം കളറിൽ ബീച്ച് കളറിൽ ഒരു ബ്രിക്ക് കളറും കോംബോ ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടോ. അതിൻ്റെ നല്ല മെറ്റീരിയൽ നല്ല കട്ടിയാണെങ്കിൽ ഈ ഒരു ബീച്ച് കളർ വന്നേക്കുന്നതുകൊണ്ട് നിഴലടിക്കുമല്ലോ. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും വെയർ ചെയ്യണം. പക്ഷെ നല്ല മെറ്റീരിയലും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. നല്ല കളർ എനിക്കിഷ്ടമായി. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ എനിക്കിഷ്ടമായി. ആൻഡ് ഓൾസോ 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. 3/4 അറ്റത്ത് ഇതുപോലത്തെ ഗ്യാദേഴ്സ് വന്നിട്ട് ഒരു ബെല്ലി പോലെ അവർ ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല, സെയിം സാധനമാണ് എല്ലാ പോർഷനിലൂടെയും വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സൈസ് വന്നിട്ട് എസ് ആട്ടോ. ഇതിന് ചെറിയ സൈസിലായിരുന്നു. അത്യാവശ്യം എനിക്കിത് ഇച്ചിരി വലിപ്പമുണ്ട്, കാണുമ്പോൾ അറിയാം ഇച്ചിരി വലിപ്പമുള്ള ഡ്രസ്സാണെന്ന്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എക്സസ് ആയിരിക്കും പാകം, ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ 32 ഇഞ്ചസുകാർ എക്സസ് ഇല്ല, അതിൻ്റെ എസ് എടുക്കുക, എന്നിട്ട് ഒന്ന് ടക്ക് ചെയ്യുക. ചില ആൾക്കാരുണ്ടല്ലോ ഓൺലൈനിൽ നിന്ന് ഇച്ചിരി ഇനി വന്നു കഴിഞ്ഞാൽ അത് ചെറുതായി പോയല്ലോ എന്ന് ഓർത്ത് വലിയതെടുക്കുന്നത്. അങ്ങനെയൊന്നും എടുക്കണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തന്നെ മെഷർമെൻറ്റിൻ്റെ ഒരു കണക്കുണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ താഴോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മെറ്റീരിയൽ എങ്ങനെയാണ്, നമ്മുടെ മെഷർമെൻറ്റ് എല്ലാ കാര്യങ്ങളും ഓരോ ഡ്രസ്സിൻ്റെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് ഓരോ ഡ്രസ്സും പർച്ചേസ് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ ഷർട്ടും ട്യൂണിങ്സൊക്കെ കണ്ട്. ഷർട്ടെന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം ട്യൂണിങ്സ് ആയിരുന്നു. ഇനി നമ്മൾ കാണിക്കുന്നത് ലോങ് ഷർട്ടാണ്. ലോങ് ഷർട്ട് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് വന്നിട്ട് വൈറ്റാണ് കണ്ടോ. ബട്ടർഫ്ലൈ പ്രിൻസ് ആണ് വന്നേക്കുന്നത്. ടോപ്പ് പോർഷനിൽ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. താഴോട്ടുള്ള പോർഷനിൽ കംപ്ലീറ്റ് പല കളേഴ്സ് ഓഫ് ബട്ടർഫ്ലൈസ് ആണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം മുട്ട് വരെയുള്ള ഒരു ഷർട്ടാണ് വന്നേക്കുന്നത്. 3/4 സ്ലീവ് ആണ്. ആൻഡ് കോളർ കണ്ടോ, ഇങ്ങനത്തെ ഒരു കോളറാണ് വന്നേക്കുന്നത്. കളർ കോംബോ ചെയ്തിട്ടാണ് ബട്ടൺസ് ആഡ് ചെയ്തേക്കുന്നുണ്ടാവും. ഫ്രണ്ട് താഴോട്ട് നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓരോ കളേഴ്സ് ആഡ് ചെയ്തിട്ടാണ് അവർ ബട്ടൺസ് ആഡ് ചെയ്തേക്കുന്നത്. അതായത് ആ ബട്ടർഫ്ലൈസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബട്ടൺസ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. ആൻഡ് മെറ്റീരിയൽ പറയുവാണെങ്കിൽ നൈസായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അങ്ങനെ പോകുന്ന ഇതൊന്നുമല്ല. പക്ഷേ അയൺ ചെയ്യരുത് എന്നല്ല, പക്ഷേ ഒരുപാട് ഹീറ്റൊക്കെ ഇട്ട് അയൺ ചെയ്യുവാണെങ്കിൽ ഊരി പോകുന്ന ടൈപ്സ് ഓഫ് മെറ്റീരിയലാണ്. അതായത് പോളിസ്റ്ററിൻ്റെ വേറൊരു, നമ്മൾ കൊറോണയുടെ വകഭേദം എന്നൊക്കെ പറയുന്നത് പോളിസ്റ്ററിൻ്റെ വേറൊരു വകഭേദമാണിത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അതായത് ഒരു 400-നുള്ളിൽ വരുന്ന 500-നും 400-നും ഇടയ്ക്ക് വരുന്ന ഒരു ഷർട്ടാണ്. അത് ലോങ് ഷർട്ട്. ചെറിയ ടോപ്പുകൾ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനത്തെ ലോങ് ഷർട്ട്സ് വെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്ത ട്യൂണിക്സ്, ഷർട്ട്സ്, ടോപ്സിൻ്റെ വീഡിയോയിൽ പ്രോഡക്ട്സുകൾ ഇഷ്ടമായി നിങ്ങൾക്ക് ലിങ്ക് എടുത്തിട്ട് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിലൂടെ അപ്പോഴാണ് ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ ആക്കിയിട്ടുള്ളൂ. അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ.